പ്രിയപ്പെട്ടവർ നമ്മെ തെറ്റായി മനസ്സിലാക്കുമ്പോൾ Why silence is sometimes more powerful than explanations. രചന റാബിയ അബി, ലക്ഷദ്വീപ്. നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവർ, നമ്മൾ ജീവശ്വാസം പോലെ വിശ്വസിക്കുന്നവർ, അവർക്ക് മുൻപിൽ നമ്മൾ ഒരു തെറ്റുകാരനായി നിൽക്കേണ്ടി വരുന്ന നിമിഷം. നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടാകാം, നമ്മുടെ കൈവശം തെളിവുകൾ ഉണ്ടാകാം. പക്ഷേ അവർ നമ്മളെ വിശ്വസിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ തളർന്നു പോകും. അവിടെ വാക്കുകൾ തോൽക്കുകയല്ല, മറിച്ച് മനസ്സ് മടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതേക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയേറെ വേദന തോന്നുന്നത്? അപരിചിതർ നമ്മളെക്കുറിച്ച് എന്തു പറഞ്ഞാലും നമുക്ക് വലിയ കുഴപ്പമില്ല. എന്നാൽ നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ ക്രൂശിക്കുമ്പോൾ അത് ഹൃദയത്തിൽ തറയ്ക്കുന്ന ഒരു മുറിവായി മാറുന്നു. നമ്മുടെ സത്യം തെളിയിക്കാൻ വേണ്ടി ആവേശത്തോടെ സംസാരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമുക്ക് വേണ്ടത് ആ തർക്കത്തിൽ ജയിക്കലല്ല, മറിച്ച് അവരുടെ സ്നേഹവും വിശ്വാസവുമാണ്. ആ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ഊർജം കെട്ടുപോകുന്നു. പലപ്പോഴും ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തിനാണ് ഇനിയും ഇത് വിശദീകരിക്കുന്നത്? ഇത്രയും കാലം കൂടെ ഉണ്ടായിട്ടും എന്നെ മനസ്സിലാക്കാത്തവർക്ക് മുൻപിൽ എന്തു വാക്കുകൾക്കാണ് വിലയുള്ളത്? ഇവിടെയാണ് നമ്മൾ മനസ്സ് മടുക്കുക എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഈ മടുപ്പ് ഒരു പരാജയമല്ല, അത് ഒരു തിരിച്ചറിവാണ്. എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവ്. ചിലപ്പോൾ നമ്മുടെ മൗനമായിരിക്കും ഏറ്റവും വലിയ മറുപടി. എല്ലാവർക്കും അവരവരുടെ കാഴ്ചപ്പാടുകളുണ്ട്. ചിലർ അവർക്ക് കാണേണ്ടത് മാത്രമേ കാണൂ. അങ്ങനെയുള്ളവരോട് തർക്കിക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യം നശിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ. നിങ്ങളുടെ ശരികൾ കാലം തെളിയിക്കും. അതിനായി സ്വയം ഉരുകിത്തീരേണ്ട ആവശ്യമില്ല. സുഹൃത്തുക്കളെ, നിങ്ങളും ഇത്തരമൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. നിങ്ങൾ തെറ്റുകാരനല്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മറ്റാരെയും അത് ബോധിപ്പിക്കാൻ ഓട്ടി നടക്കരുത്. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങളുടെ മൗനം പോലും മനസ്സിലാകും. അല്ലാത്തവർക്ക് നിങ്ങളുടെ 1000 വിശദീകരണങ്ങളും വെറും നുണകളായി മാത്രമേ തോന്നൂ. അതുകൊണ്ട് നിങ്ങളുടെ സമാധാനം കളയാതിരിക്കുക. ആ മനസ്സ് മടുക്കുന്ന നിമിഷത്തിൽ നിന്ന് പുതിയൊരു കരുത്തോടെ എഴുന്നേൽക്കുക. അവസാനമായി എനിക്ക് പറയാനുള്ളത് ഒന്നേയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം എന്നത് മറ്റുള്ളവരുടെ അംഗീകാരമല്ല, മറിച്ച് നമ്മുടെ മനസാക്ഷിയുടെ തെളിച്ചമാണ്. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മടുപ്പിനെ ഒരു ഇടവേളയായി കാണുക. ആ മൗനത്തിൽ സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുക. കാലം എല്ലാ സത്യങ്ങളെയും അതിന്റെ സമയത്ത് പുറത്തു കൊണ്ടുവരും. അന്ന് നിങ്ങളുടെ വിശദീകരണങ്ങളെക്കാൾ ഉറക്കെ നിങ്ങളുടെ ജീവിതം സംസാരിക്കും. അതുകൊണ്ട് തളർന്നു പോകാതെ പുഞ്ചിരിയോടെ മുന്നോട്ടു പോവുക. കാരണം സത്യം എന്നെന്നും സൂര്യപ്രകാശം പോലെയാണ്. എത്ര മറച്ചു പിടിച്ചാലും അത് ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറ്റുള്ളവർക്ക് മുൻപിൽ സ്വയം തെളിയിക്കാൻ ഓടിത്തീർക്കുന്നതിനേക്കാൾ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ മനസ്സിലാക്കാനും ശ്രമിക്കുന്നവർക്കായി നിങ്ങളുടെ സമയം മാറ്റിവെക്കുക. സത്യസന്ധതയും സ്നേഹവും നിങ്ങളുടെ കൂടെയുള്ളിടത്തോളം കാലം ആരോടും ഒന്നിനും ഭയപ്പെടേണ്ടതില്ല. ഇരുട്ടിന് ശേഷം ഒരു പ്രഭാതമുണ്ടെന്നതുപോലെ നിങ്ങളുടെ മൗനത്തിന് പിന്നിലെ സത്യം ലോകം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അതുവരെ ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇത് പങ്കുവെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു പുതിയ ചിന്തയുമായി കാണാം. നന്ദി. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്, റാബിയ അബി, ലക്ഷദ്വീപ്.